എന്നത് ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. അതാണ് ബ്രിട്ടീഷുകാരന് ഈ മണ്ണിനകത്ത് കച്ചവടത്തിന് വന്നവന് ഈ മണ്ണിനെ അടക്കി ഭരിക്കാൻ അവസരമുണ്ടാക്കിയത്. ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ ചരിത്രമല്ല. ഇന്ത്യയുടെ ചരിത്രം പറയാം. ബ്രിട്ടീഷ് ആധിപത്യം ഈ മണ്ണിനകത്ത് കടന്നു വന്നതിനെ കുറിച്ച് ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ ഈ വാചകം നിങ്ങൾക്ക് കാണാതെ കടന്നുപോകാൻ സാധ്യമല്ല. അങ്ങനെയാ ഭിന്നിച്ചു കിടക്കുന്നവൻ അവനെ ഉപയോഗപ്പെടുത്തി നാട്ടുരാജാക്കന്മാരെ പരസ്പരം തമ്മിലടിപ്പിച്ച് ബ്രിട്ടൻ ഈ മണ്ണിന്റെ ആധിപത്യത്തിലേക്ക് കടന്നു വരികയുണ്ടായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്നവനായി മാറിയത്. നോക്കുക നിങ്ങൾ അതിനുശേഷമുള്ള ചരിത്രം. 1857 കലാപം എന്റെ പ്രിയപ്പെട്ട ഇവിടെ ക്ലാസ് എടുക്കാൻ കടന്നു വരുന്ന സഹോദരൻ വിശദീകരിക്കും. 947 കടന്നു വരുന്നതിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ ചരിത്രത്തിലൂടെ പതാകയുടെ ജന്മം ആരുടെ കൈകളിൽ നിന്ന് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട നായകൻ, പ്രിയപ്പെട്ട ഗാന്ധി എന്നറിയപ്പെടുന്ന ഇന്ത്യ വിളിച്ചു പറഞ്ഞ മഹാത്മാ എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനാ. ആ മനുഷ്യനല്ലാതെ ഇന്ത്യയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഈ മണ്ണിനകത്ത് മറ്റൊരാൾക്കും അതുവരെ സാധിച്ചില്ല. അതിന്റെ പതാകയ എന്റെയും നിങ്ങളുടെയും പതാക. 906 മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് ബ്രിട്ടീഷുകാരൻ രൂപം നൽകുന്നത്. മുസ്ലിം ലീഗ് എന്ന സംഘടന ഉണ്ടാക്കുന്നത് ഈ മണ്ണിനകത്ത് ബ്രിട്ടീഷുകാരനാ. കാരണം കോൺഗ്രസ് ഉഷാറായി പോവുക. എവിടെ അങ്ങനെ കോൺഗ്രസ് ഒന്ന് നന്നാകുക എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെയുള്ള കൂടെ നിൽക്കുന്നവരും ഇവിടെ നിന്ന് പുറത്ത് നിൽക്കുന്നവരും ഏതൊക്കെ വിഭാഗമുണ്ടോ അവർക്കൊക്കെ എന്നും അലർജിയായി ഈ ഇത് കാലങ്ങളായി സ്വീകരിക്കുന്ന നയമാണ്. ബ്രിട്ടീഷുകാരൻ 905 പിന്നിടുമ്പോ ബംഗാൾ വിഭജിക്കുന്നത് 905 മുസ്ലിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റി ഹിന്ദുക്കളെ മറുഭാഗത്ത്